ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കുറച്ച് ഒട്ടുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. സോ ഓയിൽ എടുത്തിട്ട് നമുക്കാവുമ്പോൾ ഇതാ അങ്ങനെയൊന്നും ഒട്ടില്ല. ഓക്കെ, നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും നല്ല ലൂസായിട്ടാണ് ഇത് വേണ്ടത്. നമ്മുടെ ഈ ഒരു മൈദ മാവ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിന് കുറച്ച് പറ്റൽ കുറവാണ്. സോ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മാവ് കുറച്ച് കഴിഞ്ഞാൽ നല്ലോണം പൊന്തണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് കുറച്ച് പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിക്ക് നമ്മളിത് കുഴക്കണം. അതിനുശേഷം നമ്മൾ ഇതേ ഒരു ഫ്ലോർ ഒന്ന് നീറ്റാക്കിയതിന് ശേഷം കുറച്ച് മൈദ മാവ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഓക്കെ, നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ മാവ് ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതാ നല്ല 2 കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ലോണം മിക്സ് ആവണം. ഇങ്ങനെ കിട്ടണമെങ്കിൽ ഇതിൽ ഓയിൽ കുറവാണ്. ഇത് കാണാൻ സാധിക്കും. മാവിൽ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ കണ്ടു കുറച്ച് അത് ഇത് കണ്ടോ നല്ലോണം പറ്റുന്നില്ല. ഇത് ഇങ്ങനെ പാടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതാ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ മൈദാപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി നല്ല വൃത്തിയായിട്ട് കുഴച്ചെടുക്കണം. ഇങ്ങനെ വരാൻ പാടില്ല. സോ ഇത് നമ്മൾ എത്രത്തോളം കുഴക്കുന്നോ അതേപോലെ എനിക്ക് ഇത് കിട്ടുക. ഓക്കെ, ഇങ്ങനെ അടിക്കാൻ ഇത് കട്ടിയുള്ളതാണ്. ഈ ഒരു രീതിക്ക് വികസിപ്പിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്യണം. ഓക്കെ, ഇത്ര ഓയിൽ എടുത്തിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് വേണ്ടതായ കുറച്ച് ഓയിൽ നമ്മൾ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കും. ഓക്കെ, എന്നിട്ട് മിക്സിങ് ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാം. അതിന് ശേഷം ഇതാണ് നമ്മുടെ ഇത് നല്ലോണം അടിപൊളിയാക്കി എടുക്കുക. ഇങ്ങനെ കുഴച്ച് നല്ല അടിപൊളിയാക്കി എടുക്കണം. നമ്മൾ എത്രത്തോളം ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നു അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. സോഫ്റ്റ്നെസ്സും കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കാം. എണ്ണയാണ് നമുക്ക് കുറച്ചും കൂടി സോഫ്റ്റ് തരിക. എണ്ണയും മിക്സിങ്ങുമാണ് നമുക്ക് സോഫ്റ്റ് തരിക. നമുക്ക് അങ്ങനെ ആക്കിയതിന് ശേഷം ലെയറായിട്ട് മടക്കണം. എന്നാലേ എണ്ണ എല്ലായിടത്തും സ്പ്രെഡാവും. ഇങ്ങനെ ഒരു നല്ലൊരു ഫോഴ്സ് താഴോട്ട് കൊടുക്കണം. ഇപ്പം വാഷിംഗ് എല്ലാം തന്നെയാണ്. ഇങ്ങനെ നല്ലോണം അടിച്ച് കുഴത്തങ്ങ് കൊടുക്കണം. ഓക്കെ, ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് കുഴച്ചെടുത്ത് ഒരു അടിപൊളി ഉണ്ട വന്നിട്ടുണ്ട്. സോ ഇത് നമ്മൾ ശരിക്കും ആക്കാനായിട്ടില്ല. നമുക്കൊരു 4 hours റെസ്റ്റിംഗ് ആണ്. മിനിമം 2 hours എങ്കിലും വെക്കണം. നമ്മളിത് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്ത ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഫുൾ ഓയിൽ നല്ലോണം സ്പ്രെഡ് ചെയ്യാം. ഈ ഒരു രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മാവ് ഇട്ടിട്ട് തന്നെ
സ്പ്രെഡ് ചെയ്യാം. ഇതിൽ തന്നെ നമുക്ക് ഇതാ അത്യാവശ്യം നല്ല രീതിക്ക് ഒന്നും കൂടി ഒന്ന് എണ്ണയും മുക്കിയൊന്ന് ഈ ഒരു രീതിക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിതാ നമ്മുടെ ഇതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് ഒരു വലിയൊരു ബോൾ പോലെ ആക്കിയിട്ട് ഇതിൽ വെക്കാം. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ല അടിപൊളിയായിട്ട് ഇവിടെ വെക്കാം. ഓക്കെ, നമുക്ക് ഇതേപോലെ ഒരു ക്ലോത്ത് വേണം. ഈ ഒരു ക്ലോത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഗ്ലാസ് പേപ്പർ കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷേങ്കിൽ ഗ്ലാസ് പേപ്പർ എയർ ഉള്ളിലോട്ട് അധികം കടക്കാൻ വിടില്ല. സോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് ടൈറ്റായി പോകും. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമുക്കൊരു 4 hours റെസ്റ്റിങ് നോക്കണം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ വെച്ചത്. ഓക്കെ, നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓൾമോസ്റ്റ് 4 hours റെസ്റ്റിങ്ങിന് വെക്കാം. അപ്പോൾ ഇതാ ഗൈസ്, നമ്മുടെ പൊറോട്ട മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഗൈസ്, നമ്മൾ നല്ല അടിപൊളിയായിട്ട് മാവിങ് എടുത്തിട്ടുണ്ട്. ഇവിടെ വെച്ച് നമുക്കിത് അടിപൊളിയായിട്ടൊന്ന് ഗൈസ് നല്ല പശ പോലെയാണ്. ശരിക്കും മൈദ പോസ്റ്റർ ഒട്ടിക്കാനാണ് ഉപയോഗിക്കാറ്. പൊറോട്ടക്ക് മുമ്പേ പോസ്റ്റർ ഒട്ടിക്കാനാണ് ഈ മൈദ യൂസ് ചെയ്തത്. നമുക്കിത് ഈ ഒരു രീതിക്കൊന്ന് ഇങ്ങനെയൊന്ന് അതായത് ഈ ഒരു രീതിക്കൊന്ന് നമുക്കിതാ ജസ്റ്റ് ഒരു ബോൾ എടുത്ത് നോക്കാം. ഓക്കെ, അത്യാവശ്യം ആവുന്നുണ്ട്. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് റൗണ്ടായിട്ടൊന്ന് വെച്ചെടുക്കാം. ശേഷം ഇങ്ങനെ പൊന്തിച്ച് കൊടുക്കുക. നേരത്തെ നമ്മളിങ്ങനെ പൊന്തിക്കുമ്പോൾ കീറി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതാ ഓക്കെ, നേരത്തെ തന്നെക്കാളും സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 4 മണിക്കൂർ എന്നുള്ളത് 6 മണിക്കൂറാക്കിയാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, എന്താ നമുക്ക് കുറച്ചെണ്ണ ഈ ഒരു രീതിക്കാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, നല്ലോണം അടിക്കുക, ഷോയിലാക്കുക, ഇങ്ങനെ ആക്കുക, 2 കൈയും കൊണ്ട് പ്രസ് ചെയ്യാം. എന്താ റെഡിയാണ്. നമുക്ക് യോണം നമുക്ക് ജസ്റ്റ് എടുക്കുന്നു. ഓക്കെ, അതായിട്ടില്ല, കുറച്ചും നമുക്കൊന്നും കൂടി ഈച്ച വെച്ചോ. നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടുന്ന് ചാടി ഞാൻ ശേഷം ഓക്കെ ഈച്ച വെച്ച് അവിടെ പോയിട്ടുണ്ട്. ഓക്കെ, എന്താ അറിയില്ല, നമുക്ക് കുറച്ചെടുത്തതിന് നമുക്ക് ഒന്നും കൂടി കുറച്ചും കൂടി ഓയിൽ ആവശ്യമുണ്ടാവും. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുമ്പോൾ അടിച്ചു കൊടുക്കണം. എന്താ നമുക്ക് ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയ ശേഷം ഈ ഒരു ഭാഗത്തുനിന്നായിട്ട് ഈ ഒരു സൈസിലൊക്കെ ഉണ്ടാകാം. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെയല്ല ഉണ്ടാകും. ഓക്കെ, ഈ ഒരു വണ്ണത്തിലാക്കാം. ശേഷം എന്താ നമുക്ക് ഇതേപോലെ വേറൊരു ബൗൾ വേണം. നമുക്കിത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിതാ ഇതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. ഈ ഒരു ബൗള് നല്ല അടിപൊളിയായിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൽ 2 വെക്കുന്നുള്ളത്. ശേഷം നമ്മൾ മിക്സ് ചെയ്ത ബൗളിൽ വേറെ 2 വെച്ച് ഇതിൻ്റെ മേലെ
ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റിങ്ങിന് വെക്കണം. ഓക്കെ. സോ നമ്മൾ നേരത്തെ ഒരു ക്ലോത്ത് കുറച്ച് വൈഡാക്കിയിട്ടുണ്ട്. ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മളിതാ രീതിക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ. ഇതാണ് നമ്മളെ കിച്ചൺ ടോപ്പ് വരുന്നത്. അപ്പോൾ നമുക്കിതാ ജസ്റ്റ് ഇവിടെ കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുക്കണേ. എണ്ണേൻ്റെ ഒരു തരം പോവേ. ഈ എണ്ണ അവിടെ പറ്റി കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. എന്താ ഈ ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഒറ്റ വലിയാണ്. ഓക്കെ. നമ്മൾ ഒരു പൊറോട്ടേൻ്റെ ഇതോടെ എടുത്തിട്ടുള്ളൂ. ഓക്കെ. ഇപ്പോൾ വീട്ടിലാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. പുറത്തുനിന്ന് അവർ കുറച്ചും കൂടി സാധനങ്ങൾ ആഡ് ചെയ്ത് അതിനാണ് ഇതിൻ്റെ അത് പറയുന്നില്ല. മീൻസ് എഗ്ഗ് ആഡ് ചെയ്യും, മിൽക്ക് ആഡ് ചെയ്യും. ഓക്കെ. ഇപ്പം ചെറിയ രീതിക്ക് ഓക്കെ നല്ല ടേസ്റ്റാണിത്. എന്താ സൂപ്പർ ടേസ്റ്റാണ്. ഓക്കെ. ഇതിനൊക്കെ മാറ്റി വെച്ചാൽ ഈ കപ്പിൽ നിന്ന് കുറച്ച് ഓയിൽ അതിൽ ഒഴിച്ച് കൊടുക്കാം. ശേഷം ഇത് കുറച്ച് നേരം മാറ്റി വെച്ചതിന് ശേഷം നമ്മളിതാ വേറെ ഒന്ന് എടുക്കുന്നു. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. മറ്റതിനേക്കാളും ഇതായിരിക്കും ആദ്യം വെച്ചത്. ടൈം നിൽക്കുന്നതിനാണ് ഇത് കൂടുതൽ കിട്ടുക. ഓക്കെ. ഇത് നമുക്ക് അടിക്കാനെല്ലാം കഴിയുന്നുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇതാ നമ്മളിതാ ജസ്റ്റ് ഇങ്ങനെ നിവർത്തി വെക്കുകയാണ്. ഓക്കെ. നല്ല അടിപൊളിയായിട്ട് നിവർത്തുന്നുണ്ട്. ഓക്കെ. ഇത്രയും വലുതായിട്ടാണ് നമുക്കിത് നിവർത്തി കിട്ടുന്നത്. അതിനുശേഷം ഇത് രണ്ടാമത്തെ വഴിയാണ്. സ്ക്രാപ്പർ എടുത്തിട്ട് നടുക്കൂട്ട വരിക. അതിനുശേഷം സ്ക്രാപ്പർ കൊണ്ട് തന്നെ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമുക്കിത് സ്ക്രാപ്പർ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ. എന്താ ഇങ്ങനെ ഒന്ന് മടക്കി നോക്കാം. ഓക്കെ. ഇത് നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മൾ അടിപൊളിയായിട്ട് പരത്തി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചുരുട്ടി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കണം. നമ്മൾ പരത്തുന്നതിന് ചെറുതായി വരുന്നുണ്ട്. ഓക്കെ. മൈദയാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. മൈദ പണ്ട് കാലത്ത് പോസ്റ്റർ ഒട്ടിക്കാനാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതേപോലെയാണ്. നിങ്ങൾക്ക് വേണേൽ കുറച്ച് മൈദ എടുക്കുക. കുറച്ച് പഴയതോ പൂത്തുപോയതോ മൈദ എടുത്ത് ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് ഒരു പേപ്പർ ചുമരിന് ഒട്ടിച്ച് കൊടുക്കുക. ഓക്കെ. കറക്റ്റ് പശയായിരിക്കും. ആക്ച്വലി പൊറോട്ട അത്ര ഹെൽത്തി അല്ല. ഞാൻ ഇവിടെ നല്ല ആക്കുന്നത്. സോ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏകദേശം ഇതിനകത്ത് കൊള്ളു നോക്കണം. ഇതിനകത്ത് കൊള്ളൂലേ. നമുക്കിത് ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി എടുക്കാം. ഓക്കെ. സോ ഈ രീതിക്ക് എടുത്തിട്ട് നമുക്ക് പാനിലോട്ട് വെച്ച് കൊടുക്കാം. ചൂടില്ലാത്ത പാനാണ് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കി എടുക്കാം. ഓക്കെ.